Once again, good evening to all. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഫസ്റ്റ് എൻ്റെ പേര് സുരേഷാണ്. ഞാൻ ഒരു ദുബായിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അസോസിയേറ്റിലെ പിന്നെ എൻ്റെ വൈഫ് കൂടെയുള്ള അശ്വിനി, നമ്മൾ രണ്ടുപേരുമാണ് ബിസിനസ്സിൽ നമ്മുടെ പിന്നെ എൻ്റെ വൈഫും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. നമ്മുടെ ഈ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സിഇഒ, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് കൺസ്യൂമറിനെ എംപവർമെന്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി. നമ്മൾ ജനിച്ചെന്ന് മുതൽ നമുക്ക് ഒരുപാട് ജീവിത ചെലവുകളുണ്ട്, അല്ലെ? എവിടെ നോക്കിയാൽ ചെലവുകൾ മാത്രമേ നമുക്ക് കാണുള്ളൂ. വരുമാനം ഒന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനെ നമ്മൾക്ക് നമ്മുടെ ചെലവിന് തന്നെ ഒരു വരുമാനമാക്കി മാറ്റിയാണുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ഓക്കെ. നമ്മുടെ സാധാരണ ഒരുപാട് ബിസിനസ് കണ്ടിട്ടുണ്ടാവാം, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവാം. ആ ബിസിനസ്സുകൾ ചെയ്യുന്നത് അവർക്ക് മിക്ക ആൾക്കാരും ഒരു സിസ്റ്റം ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവർ ബാക്കപ്പ് ചെയ്യാനോ അവർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക ആരും കാണൂല, ചിലപ്പോൾ പൈസ കാണൂല, അങ്ങനെയൊക്കെ ബിസിനസ് ഫ്ലോപ്പ് ആകുന്നുണ്ടാവും. നമ്മുടെ ഈ വെന്നി ടീം എന്ന സിസ്റ്റം ത്രൂ ആണ് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് പിന്നെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ, ഒരുപാട് പിന്നെ നമ്മൾക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും, അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെന്നി ടീം എന്ന സിസ്റ്റം നമ്മൾ ഒരുപാട് ആൾക്കാർ വ്യക്തികളുടെ പിന്നെ ഇൻകത്തിലും അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ 100% സക്സസ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ്, നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഒരുപാട് ഡ്രീംസ് കാണാം, അല്ലെ? ഇപ്പൊ ഒരുപാട് ഡ്രീംസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാശ് ആവശ്യമാണ്. ഇഷ്ടപ്പെട്ട വാഹനം, സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ട വാഹനം ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് സഞ്ചരിക്കാനുള്ള ഒരു പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ഇഷ്ടപ്പെട്ട വീട് വെക്കാൻ ആഗ്രഹം ഉണ്ടാവാം. ഫാമിലിയോട് ഒത്ത് നല്ലൊരു പിന്നെ സന്തോഷമുള്ള ജീവിതം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം എടുക്കാൻ ഒരാൾക്ക് പറ്റുമെന്ന് വെച്ചാൽ പലപ്പോഴും പറ്റില്ല എന്ന് തന്നെ ആയിരിക്കാം. പിന്നെ അതും വളരെ കഷ്ടപ്പെട്ടായിരിക്കാം. ഒരുപാട് ലോണും EMI ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ജീവിതം കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു കുടക്കീഴിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അബ്സൊല്യൂട്ട്ലി നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ചെലവുകൾ വരുമാനമാക്കി മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ വാട്ട് യു ഗെറ്റ്, നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഓക്കെ, എക്സ്ട്രാ ഒരു ഇൻകം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. നിങ്ങൾക്കൊരു അഡീഷണൽ വരുമാനമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല, ഫുൾ ടൈം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. എൻ്റെ വൈഫ് അശ്വിനി, അവരും എന്നെ പോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവരും വർക്കിംഗ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരിപ്പോ ഫുൾ ടൈം ആയിട്ട് ഇതിലോട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രം ഒരുപാട് ആൾക്കാർ അവരോട് ഫുൾ ടൈം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എക്സ്ട്രാ ഒരു ഇൻകം നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥിര വരുമാനം ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം. നമുക്ക് എത്ര കാശ് വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു ലിമിറ്റഡ് വരുമാനം നമുക്ക് കിട്ടുള്ളൂ. അതിനപ്പുറം ചിലവാക്കാനുള്ള നമുക്ക് മൈൻഡ് വരുമില്ല. ചിലവാക്കി നമുക്ക് അതിൽ കടത്തിലോട്ട് പോകും, അല്ലെ? അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഓരോ മാസം അൺലിമിറ്റഡ് ഇൻകം ആണ്. നമുക്ക് എത്ര ഇൻകം ആണെങ്കിലും നമുക്ക് ഇവിടെ ബിസിനസ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പലപ്പോഴും നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ പോയാലും, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേക്കും ഓരോ സാധനങ്ങളും പൈസ വെച്ചിട്ടായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെ? പക്ഷെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ചെയ്യുമ്പോൾ അത് ആ മൈൻഡേ ഇല്ല. എല്ലാ മാസം 10-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ബോണസ് വരുന്നുണ്ടാവും. അപ്പൊ അതിന് നമുക്ക് വലിയൊരു പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം 5-ാം തീയതി എന്റെ ശമ്പളം വരും, 10-ാം തീയതി ഇതിന്റെ ബോണസും വരും. ഓക്കെ. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഇതേ അവസരത്തിലൂടെ ഒരുപാട് ആൾക്കാർ നല്ലൊരു ഇൻകം നേടിയെടുക്കുന്നുണ്ട്. ടൈം ഫ്രീഡം. ഒരുപാട് നമുക്കറിയാം. ഞാനിപ്പോ ഒരു ജോലി കഴിഞ്ഞിട്ട് സമയത്താണ് ഞാനിപ്പോ ഇതിനെ ചെയ്യുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നേരെ ഇവിടെ പിന്നെ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്തതാണ്. അതും എനിക്ക് യാതൊരു ചെലവില്ല, എവിടെ പോകുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല, മഴ കൊള്ളും, ഒന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തും പോകാത്ത വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് എന്റെ ടൈം ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ആൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഗുഡ് ഹെൽത്ത്. നമ്മൾക്കിവിടെ നല്ല ഹെൽത്ത് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. പല ആൾക്കാരും അറിയാം, നമ്മുടെ ഇപ്പോൾ നല്ല ബിസിനസ്, വലിയ പൈസക്കാരോ വലിയ വിസക്കുള്ള ബിസിനസ്സുകാരുണ്ട്. അവരെ നിങ്ങൾ അടുത്തറിഞ്ഞാൽ അറിയാൻ പറ്റും. അവർക്ക് എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. ഒരുപാട് ടെൻഷനും പ്രഷറും ഷുഗറും ഒക്കെ ആയിട്ടും, പിന്നെ ഫാമിലി ആയിട്ട് ഒരിക്കലും അവർക്ക് ചെലവഴിക്കാൻ സമയം കിട്ടൂല. ചിലപ്പോൾ ഫാമിലിയുടെ കൂട്ടി എവിടെ ഒരു വിദേശ യാത്ര ഒന്നും പോകാനൊന്നും പറ്റുന്നുണ്ടാവില്ല. കാരണം അവർ സ്ട്രെസ്ഡ് ആണ്, ഹെൽത്ത് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സിൽ വളരെയധികം ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് നമുക്ക് ഇവിടെ കെയർ ചെയ്യാനും പറ്റും. ഹെൽത്തും വെൽത്തും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ലിവ് എ ലെഗസി. നമ്മുടെ ഈ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് 3 തലമുറക്ക് വരെ നമുക്ക് കൈമാറാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ വരുന്ന തലമുറകൾ നമ്മൾ അറിയപ്പെടുന്നതായിരിക്കും. ഇയർലി റിട്ടയർമെന്റ്. ഒരു എംപ്ലോയി, ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ, പ്രൈവറ്റ് എംപ്ലോയി ആയിക്കോട്ടെ,
ആ ഒരു 10, 60, 65 വയസ്സ്, ഒരു 55 വയസ്സാകുമ്പോഴേക്കും റിട്ടയർമെന്റ് വരിക അല്ലെ? അപ്പോഴേക്കും പിന്നെ നമ്മൾക്ക് നല്ല സമയങ്ങൾ കഴിഞ്ഞു എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് കാശ് കാണും, പക്ഷെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ടാവാം. അല്ലെ? മക്കൾ ചിലപ്പോ വിദേശത്ത് അവിടെയൊക്കെ പോയി കാണും, എല്ലാവരും ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആദ്യം കാശ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ EMI കടങ്ങൾ തീർക്കുന്ന തിരക്കിലായിരിക്കും, ഒക്കെ ആകുമ്പോഴേക്കും ഏജ് കഴിഞ്ഞു, നമ്മുടെ ആ നല്ല സമയങ്ങൾ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 to 5 ഇയറിൽ നമുക്കൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് റിട്ടയർമെന്റ് ചെയ്യാം. ഇത് ബിസിനസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് വരുമാനം വരുന്നൊരു പ്രോസസ്സിൽ എത്തിക്കാൻ പറ്റും. അതായത് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണേ, കാരണം നമ്മൾ 3 to 5 ഇയർ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ നല്ലൊരു വരുമാനത്തിൽ എത്താൻ പറ്റും. ഇതിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തി ആയിരുന്നില്ല, ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. മനസ്സിലായില്ലേ? ഞാൻ മാത്രമല്ല, ഞാൻ വിന്നിംഗ് ടീം എന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ല നല്ല ലെവലിൽ എന്നെക്കാളും സംസാരിക്കുന്ന ഒരുപാട് വ്യക്തികൾ, എന്നെക്കാളും പെർഫോം ചെയ്യുന്ന ആൾക്കാരും എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് എന്റെ ബിസിനസിന്റെ, നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ പിന്നെ വലിയൊരു എന്താ പറയാ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയും. നമ്മുടെ കൂടെ വന്നവരെ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യും, ഹെൽത്തിനും വെൽത്തിനൊക്കെ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്, ആ ബിസിനസ് ഒക്കെ നമ്മുടെ ബിസിനസ് കൂടിയാണ്. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, നമുക്ക് ഒരുപാട് സ്ഥലത്ത് സഞ്ചരിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെറിയ അല്ല അടുത്ത ഘട്ടത്തായിരിക്കും നമ്മൾ എവിടെ ട്രാവലിംഗ് ചെയ്യുക അല്ലെ, ടൂറൊക്കെ പോവാം. പക്ഷെ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് കമ്പനി തരുന്നുണ്ട്. അതായത് നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും കമ്പനി അതിന്റെ ഫണ്ട് തരുന്നുണ്ടാവും. ആ സമയം ഫണ്ട് നമുക്ക് എപ്പോഴാണ് പിന്നെ ആവുന്നത്, ആ സമയത്ത് നമുക്ക് ടൂർ പോകാനുള്ള അവസരം കൂടി കമ്പനി തരുന്നുണ്ടാവും. ഹെൽപ്പിംഗ് അതേഴ്സ്, ഞാൻ അറിയപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലെ, ഒരു 99% ആൾക്കാർക്കും ആഗ്രഹം ഉണ്ടാവും മറ്റുള്ളവരെ സഹായിക്കണമെന്ന്. പക്ഷെ കാശ് കാണത്തില്ല, അതുകൊണ്ട് സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് 100% ആൾക്കാരെ സഹായിക്കാം. എങ്ങനെയാ? ഈ ബിസിനസ് അവസരം, നിങ്ങൾ ഈ ബിസിനസ് അവസരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് വലിയൊരു ഹെൽപ്പിംഗ് തന്നെയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ അവരും ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് അവര് നല്ല വരുമാനത്തിലെത്തും. ചിലപ്പോൾ നിങ്ങളെക്കാളും വരുമാനത്തിലെത്തിയിരിക്കാം. ഇപ്പൊ എന്റെ കൂടെ വന്നവർക്ക്, ഇന്ന് ജോയിൻ ചെയ്തവർക്ക് എന്നെക്കാളും വരുമാനം വാങ്ങുന്നവരുണ്ടാവാം. മനസ്സിലായില്ലേ? ഇവിടെ ആദ്യം വന്നവൻ അവസാനം വന്നവൻ ഒന്നുമില്ല. ഇന്ന് ജോയിൻ ചെയ്തവർക്കും ചിലപ്പോൾ 5 വർഷം ജോയിൻ ചെയ്തവരെക്കാളും വരുമാനം നേടിയെടുക്കാൻ പറ്റും ഒരു വർഷം കൊണ്ട്. പക്ഷെ അത്രയ്ക്കും നല്ലൊരു പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ആരാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടും. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആൾക്കാർ ഓപ്പർച്യൂണിറ്റി ഒന്ന് ഷെയർ ചെയ്യുക, ബാക്കി അവര് തീരുമാനമാണ് പിന്നെ വേണോ വേണ്ടെന്നില്ല. ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾക്ക് ഒരു വരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്കൊരു വരുമാനം കിട്ടിയാൽ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണ് ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി. നമ്മൾ കൂടെ വന്നവർക്ക് ഒരു വരുമാനം എത്തിക്കുമ്പോൾ നമ്മൾക്ക് ഒരു വരുമാനം എത്തും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ. കമ്പനിയുടെ പേര് വെസ്റ്റീജ് എന്നാണ്, വെസ്റ്റീജ് കമ്പനിയാണ്. ഏകദേശം 2004 ഡൽഹിയിൽ 10 പ്രൊഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇതിൽ 21 വർഷം ആകുമ്പോഴേക്കും 5000 കൂടുതൽ ഓഫീസ് ഉണ്ട്, 400 കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ട്. 10 പ്രൊഡക്റ്റ് 400 കൂടുതൽ പ്രൊഡക്റ്റ് ആയിട്ട് കമ്പനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് 22 വർഷം ആകുമ്പോഴേക്കും, 21 കഴിഞ്ഞു, 22 വർഷം റണ്ണിംഗ് ആണ്, ഈ കമ്പനിക്ക് ഇത്ര വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 ലേറ്റസ്റ്റ് കമ്പനി, വേൾഡിലെ 100 കമ്പനി എടുക്കുകയാണെങ്കിൽ 38ാമത്തെ പ്ലേസിലാണ് വെസ്റ്റീജ് ഉള്ളത്. ഇന്ത്യയിൽ ഒരു കമ്പനി മാത്രമേ ഇത് സെലക്ട് ആയിട്ടുള്ളൂ. ഇന്റർനാഷണൽ ആയിട്ടുള്ള UAE, സൗദി, ഐവറി കോസ്റ്റ്, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഫിലിപ്പീൻസ്, ഒരുപാട് രാജ്യത്ത് നമ്മൾക്ക് ബിസിനസ് ലോഞ്ച് ആയിട്ടുണ്ട്. അതുകൂടാതെ സിംഗപ്പൂരൊക്കെ നമ്മുടെ ബിസിനസ് ലോഞ്ച് ആയിട്ടില്ല, പക്ഷെ നമുക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യാം. എന്റെ 80% ബിസിനസ് ഉള്ളത് ഇന്ത്യയിലാണ്, ഞാൻ ഇരിക്കുന്നത് UAE-യിലാണ്. ബാക്കിയുള്ള സൗദിയും പിന്നെ UAE-യും അതുപോലെ തന്നെ സിംഗപ്പൂരും ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയ്ക്കും ഒരു സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, കാരണം ലാസ്റ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വയ്ക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാലോ മാർക്കറ്റിംഗ് രീതി, ഇപ്പോൾ നടന്ന മാർക്കറ്റിംഗ് രീതി എന്താണെന്ന് അറിയാം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് അല്ലെ? നമ്മളിപ്പോ ഏതൊരു സാധനം വാങ്ങുമ്പോഴും ഒരുപാട് ഇടനിലക്കാരും പരസ്യക്കാരും കൂടിയാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ മാനുഫാക്ചറിന്ന് ഒരു എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, സ്റ്റോക്ക് ലിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, അങ്ങനെ ഒരുപാട് ആൾക്കാരിലോട്ട് കൈമാറിയിട്ട് ഓരോ ആൾക്കാർ അതിന് കമ്മീഷൻ പോകുന്നുണ്ടാവും. അവസാനം കൺസ്യൂമറെ നമ്മൾ എടുക്കുന്നത്, ഈ കമ്മീഷൻ മൊത്തം നമ്മളിൽ നിന്ന് എടുക്കുന്നത്. അത് കൂടാതെ ഇതൊക്കെ അറിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് TV-യിലും പിന്നെ പത്രത്തിലും ഒക്കെ എടുത്തിലൊക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാശ് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് സിനിമക്കാരും മോഹൻലാല്, മമ്മൂട്ടി, ഐശ്വര്യ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പരസ്യത്തിൽ വരുന്നുണ്ട്. ഇവർക്കും ഇത് കൊടുക്കണം.
ഇതിന് കൊടുക്കണം അല്ലെ, ആ പൈസയും നമ്മുടെ ഇതാണ് ഈടാക്കുന്നത്. അതായത് 60% പോകുന്നത് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ്. ഈ ഈ 60% കൂടി അതിന്റെ ബാധ്യത ഏറ്റെടുക്കുന്ന കൺസ്യൂമറായ നമ്മൾക്കാണ്. മനസ്സിലായില്ലേ? ബിസിനസ്സുകാർക്ക് അതിന്റെ ലാഭം കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് നമ്മുടെ സെല് ചെയ്യല്ല കേട്ടോ. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഡയറക്റ്റ് സെല് ചെയ്യും നമ്മളോട്ട്. ഓക്കെ, പലപ്പോഴും ഡയറക്റ്റ് സെല്ലിംഗ് കൺസെപ്റ്റിനെ പല ആൾക്കാരും പിന്നെ സെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആൾക്കാർ ഒരുപാട് 10-30 സാധനം വാങ്ങിയിട്ട് സെല് ചെയ്യാൻ പറയാറുണ്ട്. എല്ലാവരും മൈൻഡിൽ അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വെച്ചാൽ സാധനം വാങ്ങിയിട്ട് സെല് ചെയ്യുന്നതാണ്. അതല്ല, അബ്സൊല്യൂട്ട്ലി അത് തെറ്റാണ്. കമ്പനി ഡയറക്റ്റ് നമ്മളോട്ട് കൺസ്യൂമറിലോട്ട് പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിന് ഇടനിലക്കാരോ പരസ്യക്കാരോ ഒന്നുമില്ല. അവിടെ 60% ആണ് സേവ് ചെയ്യുന്നത് കമ്പനി. ആ 60% സേവ് ചെയ്യുന്ന കമ്പനി എടുക്കുകയല്ല ചെയ്യുന്നത്, കമ്പനി നമ്മൾക്ക് കൺസ്യൂമറായി നമ്മൾക്ക് ഡിവൈഡ് ആക്കി തരുന്നുണ്ട്. അത് തന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഡിവൈഡ് ആക്കി തരുന്നത് അതിനെയാണ് നമ്മൾ കൺസ്യൂമർ എംപവർമെന്റ് എന്ന് പറയുന്നത്. കൺസ്യൂമർ നമ്മുടെ ചെലവിനെ നമ്മൾ തന്നെ അവിടെ വരുമാനമാക്കി മാറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നമ്മുടെ എങ്ങനെയാണ് ഇത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക? ഇപ്പൊ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും, ചേഞ്ച് യുവർ ഷോപ്പ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ 450 പ്രൊഡക്റ്റ് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ജസ്റ്റ് എന്തൊക്കെ പ്രൊഡക്റ്റ് വെസ്റ്റേജിലുണ്ട് അത് ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. സാധാരണ നല്ല ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതുകൂടാതെ നമ്മുടെ അരി പിന്നെ പൊരി അങ്ങനത്തെ സാധനങ്ങളില്ല. അല്ലാതെ നമ്മുടെ ബാക്കിയെല്ലാ പ്രൊഡക്റ്റുകളും ഓൾമോസ്റ്റ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. സോപ്പ് അവൈലബിൾ ആണ്, നമ്മുടെ പെർഫ്യൂം, അതുപോലെ തന്നെ പേസ്റ്റ്, പിന്നെ അതുപോലെ ഫുഡ് സപ്ലിമെന്റ്സ്. ഇത് ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാലോ, നമ്മുടെ ആരോഗ്യ പല ആൾക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ വിറ്റാമിൻസ് മിനറൽസിന്റെ കുറവാണ്. അപ്പൊ അതിനുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ ഒന്നിലും ഇപ്പൊ കിട്ടുന്നില്ല അല്ലെ. മിനറൽസ് ഒന്നും പോളിഷ്ഡ് ആയിട്ട് റൈസ് ആണ് കിട്ടുന്നത്, വിഷമടിച്ച പച്ചക്കറിയാണ് കഴിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടോക്സിൻസ് വിഷാംശങ്ങളൊക്കെ ശരീരത്തിൽ കയറുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കാലങ്ങളിൽ നമുക്ക് ഫുഡ് സപ്ലിമെന്റ് കൂടിയേ പറ്റൂ. ഇപ്പൊ മിക്ക ഡോക്ടറുകൾ എഴുതി കൊടുക്കുന്നുണ്ട്, ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നുണ്ട് ഫുഡ് സപ്ലിമെന്റ് ഒക്കെ. ഓക്കെ, മിക്ക ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുക്കിംഗ് ഓയിൽ, റൈസ് പാൻ ഓയിൽ, തവിടെണ്ണയൊക്കെ ഒമേഗ 3 കണ്ടന്റ് അടങ്ങിയതാണ്. തീർച്ചയായിട്ടും മറ്റുള്ള ഓയിലിനെ അപേക്ഷിച്ചിട്ട് നിങ്ങളെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് തവിടെണ്ണ. അതുപോലെ നമ്മുടെ കൃഷിക്കുള്ള പ്രൊഡക്റ്റ്, അഗ്രി പ്രൊഡക്റ്റ് ഒരുപാടുണ്ട്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ നമ്മുടെ പിന്നെ കോസ്മെറ്റിക്സ്, സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഐറ്റംസ് ഉണ്ട് അല്ലെ. നമ്മുടെ മുഖത്തെ മുഖക്കുരു പല ആൾക്കാർക്ക് ഇഷ്യൂ ആണ്, അതിന് ബ്ലമിഷ് ജെൽ എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, വളരെ വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബേബി ക്രീം, ഡിയോഡ്രന്റ്, 76 ആണ് കേട്ടോ, TFM 76 മുകളിലുള്ള സോപ്പുകൾ, അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഞാൻ പ്രൊഡക്റ്റ് സെഷൻ ആയിട്ട് പറയുന്നില്ല, നമുക്ക് അതിന് എല്ലാ ഞായറാഴ്ചയും പിന്നെ 9 മണിക്ക് പ്രൊഡക്റ്റ് സെഷൻ ചെയ്യുന്നുണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട്. ഇതിപ്പോ ഒരു ബിസിനസ് ചെറിയൊരു ഔട്ടർ ലൈനാണ് തരുന്നത്. അപ്പൊ നമ്മൾ ഈ ഷോപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു അവസരം ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഷോപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇതെങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഓൺലൈൻ ആയിട്ട് സാധനങ്ങൾ എടുക്കാം, അല്ലാതെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഔട്ട്ലെറ്റിൽ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാന്നുണ്ടാവാം, എന്താ ഒരുപാട് 3000 രൂപ 4000 രൂപ പർച്ചേസ് ചെയ്യണം, ഒന്നുമല്ല. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയ ഈ കമ്പനി ഞാനിപ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾ പരിചയപ്പെടുന്നത്, ജസ്റ്റ് 100 പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വാങ്ങി നോക്കുക. ഇത് എങ്ങനെയാണ്, കൊള്ളാവോ, ക്വാളിറ്റി കൊള്ളാവോ. ഒരു പേസ്റ്റ് നിങ്ങൾക്ക് പിന്നെ മിക്ക ആൾക്കാർക്കും അല്ലേ പല്ലുവേദന ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൽ ഒരുപാട് പിന്നെ എന്താ പറയുക കെമിക്കൽസ് ഒക്കെ അടങ്ങിയ പേസ്റ്റുകളായിരിക്കും മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സെൻസിഡിനേക്കാളും നല്ലൊരു ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പേസ്റ്റ്, നീമിന്റെ പേസ്റ്റ് ഉള്ളത്. പല്ലുവേദനയൊക്കെ പിന്നെ വളരെ പെട്ടെന്ന് മാറി കിട്ടും. അതുപോലെ തന്നെ പല്ലുവേദന വരെയില്ല. ഞാൻ 3.5 വർഷമായിട്ട് എനിക്ക് പല്ലുവേദന എന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇത് സ്ഥിരമായിട്ട് പിന്നെ വെസ്റ്റിന്റെ നീം പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ്. ഞാൻ ഒരു പേസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ സോപ്പ് ഉണ്ട്, നീം പേസ്റ്റ് ഒരു 63 രൂപയുള്ളൂ. നിങ്ങളൊരു 63 സോപ്പ് അല്ലെങ്കിൽ 63 രൂപയുടെ ഒരു പിന്നെ പേസ്റ്റ്, നീം പേസ്റ്റ്, അല്ലെങ്കിൽ 44 രൂപയുടെ സോപ്പ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ ID കട്ടാവത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് ബിസിനസ് പഠിക്കുക, ബിസിനസ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ 1 by 1 പറ്റുന്നത്ര സാധനങ്ങൾ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ചേഞ്ച് യുവർ ഷോപ്പ് ചേഞ്ച് യുവർ ലൈഫ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ ഒരു പർച്ചേസ് ചെയ്യൂ, എക്സ്ട്രാ നിങ്ങൾ വരുമാനം ഇതിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യൂ, ഒന്നും ചെയ്യരുത് യാതൊരു കാരണവശാലും. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കൺസ്യൂമർ നമുക്ക് ബെനിഫിറ്റ്? നമുക്ക് 50% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ശരിക്കും 50% ബെനിഫിറ്റ് ഉണ്ട്. അതായത് 10 to 20% നമുക്ക് ഡിസ്കൗണ്ട് ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. നമുക്ക് ഓരോ പ്രാവശ്യം പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അവർ ഫ്രീ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ബില്ലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾക്കും ഫ്രീ പ്രൊഡക്റ്റ് ഒന്നും മിസ്സായി പോകത്തില്ല.
റീപർച്ചേസ് ഓഫർ അപ് ടു 10%. നമ്മൾ ഓരോ പ്രാവശ്യം സാധനം വാങ്ങുമ്പോഴും 10% ഓഫ് വരുന്നത് പറഞ്ഞിരുന്നു. പിന്നെ 10 to 20% ഡിസ്കൗണ്ടിലാണ് കമ്പനി സാധനങ്ങൾ തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ബാക്ക് 5 to 16%. നമുക്ക് 5 മുതൽ 16% ക്യാഷ് ബാക്ക് ആയിട്ട് കമ്പനി തരുന്നുണ്ട്. നമുക്ക് ഈ ക്യാഷ് ബാക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ക്രെഡിറ്റ് ആവും. നമ്മുടെ ഇപ്പൊ ഇൻ കേസ് ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മിനിമം ഒരു 500 റുപ്പീസ് മിനിമം 500 ആകുമ്പോഴേക്കും നമ്മുടെ ചെക്കായിട്ട് നമ്മൾ കമ്പനി തരുന്നതായിരിക്കും. അത്രയ്ക്കും പിന്നെ ജെന്യൂനിറ്റി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോ ക്യാഷ് ബാക്ക് 5 to 16%, അതായത് നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് 5% ആയിരിക്കും. പിന്നെ പതിയെ നമ്മൾക്ക് കൂടി വന്ന് 16% വരെ എത്തും. പിന്നെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 25 to 30% വരെ ഉപയോഗിച്ചിട്ട് ഇഷ്ടമായില്ലെങ്കിൽ കമ്പനിക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കാനുള്ള പോളിസി ഉണ്ട്. കമ്പനി അത് ഓരോ പ്രൊഡക്റ്റിൽ എഴുതിയിട്ടുണ്ട് റിട്ടേൺ പോളിസി. കാരണം നമ്മുടെ ഈ പിന്നെ ഞാൻ ഇതുവരെ ആർക്കും പ്രൊഡക്റ്റ് പിന്നെ റെഫർ ചെയ്തിട്ട് ആരും റിട്ടേൺ ചെയ്തിട്ടില്ല. കാരണം അത്രയ്ക്കും ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റാണ് കമ്പനി കൊടുക്കുന്നത്. നമ്മുടെ ഈ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അറിയുന്നത്. ഞാൻ ഉപയോഗിച്ചതിന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാൽ മാത്രമേ ഈ കമ്പനിക്ക് ബിസിനസ് വരുള്ളൂ. അതുകൊണ്ട് കമ്പനി ക്വാളിറ്റിയിൽ ഒരു പിന്നെ എന്താ പറയുക കോംപ്രമൈസും കാണിക്കൂല. 100% നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും. അതുകൂടാതെ നമ്മുടെ ഈ ബിസിനസ് പിന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോ ഈ ബിസിനസ്സിൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർ പറയുമ്പോഴാണ് അവരെ അറിയുന്നത്. അങ്ങനെയാണ് അവരും നമ്മുടെ പിന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളായി മാറും. അപ്പൊ ഉദാഹരണം പറയുന്നത് നമ്മൾ നല്ലൊരു സിനിമ കണ്ടാൽ നമ്മൾ ഒരാളോട് പറയും, അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ മറ്റുള്ളവർ പറയും നല്ല ഫുഡാണ് അവിടെ. അപ്പൊ അവരും പോയി കഴിക്കും അവിടെ. അവരെന്താ അപ്പൊ അവിടുത്തെ മുതലാളിമാർക്ക് കാശ് കിട്ടും. പക്ഷെ നമ്മൾക്ക് എന്തോ കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഈ ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരും നമ്മുടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവരും അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ബിസിനസ്സും നമ്മുടെ ബിസിനസ്സാണ്. അവരും അതേ പ്രൊസീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ മൗത്ത് ടു മൗത്ത് പിന്നെ പറഞ്ഞുകൊണ്ടുള്ള ബിസിനസ്സാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി പ്രൊഡക്റ്റ് കമ്പനിക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ 22 വർഷമായിട്ടും കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്യുന്നത്. കൺസിസ്റ്റൻസി ഓഫർ 2800 മുതൽ 3200 വരെ. അതായത് നമ്മൾ 4 മാസം ഒരു 100 പോയിന്റ് എന്ന് പറയുമ്പോൾ 2800 3200 ഇടയിൽ പ്രൊഡക്റ്റ് അനുസരിച്ചിരിക്കും. സാധനം വാങ്ങുമ്പോൾ 5-ാമത്തെ മാസം 2515 ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോ നമുക്ക് ഇന്നേ വരെ പിന്നെ ഒരുപാട് ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് എവിടെ നിന്നും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഉദാഹരണം നമ്മുടെ ഇപ്പോൾ ഒരു പിന്നെ ഞാൻ ഇത് പറഞ്ഞ പോലെ കൺസ്യൂമറെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം വാങ്ങും പിന്നെ 10 to 20% ഓഫിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ 5-ാമത്തെ മാസം നമുക്ക് 2500 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത്. എല്ലാം കൂടി കണക്കൂട്ടി നോക്കുമ്പോൾ പകുതി പൈസ മനസ്സിലാകത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആൾക്കാർ സെല്ല് ചെയ്യേണ്ടതുണ്ടാവും. ഒരിക്കലും നിങ്ങൾ സെല്ല് ചെയ്തിട്ടില്ല. ഞാൻ ദുബായിൽ നിൽക്കുകയാണ്, ഒരു പ്രൊഡക്റ്റ് പോലും സെല്ല് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഈ 3.5 വർഷമായിട്ടും ഈ ബിസിനസ് ചെയ്യുന്നത്. കാരണം ഇതിനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു വരുമാനം കിട്ടും, നാളത്തേക്ക് ഞാൻ വരുമാനം വരാൻ വേണ്ടി നാളെ സെല്ല് ചെയ്യണം. പക്ഷെ ഞാൻ എന്താ ചെയ്തത്? 3-4 ആൾക്കാരോട് ഇത് പിന്നെ ഷെയർ ചെയ്തപ്പോൾ ആ 4 ആൾക്കാരിലൂടെ ഇന്ന് 5000 കൂടുതൽ 5200 സംതിങ് ആൾക്കാർ ഇന്ന് എന്റെ കസ്റ്റമർ ആയിട്ടുണ്ട്. കുറെ പേര് ലീഡേഴ്സ് ഉണ്ട് ഇതേപോലെ ബിസിനസ് ഞാൻ ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സും ഉണ്ട്. ഇതുപോലെ പ്രസന്റേഷൻ വേറെ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് പേര് കുറെ കസ്റ്റമേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് സ്പ്രെഡ് ചെയ്യുന്നത്. അല്ലാതെ ചിലർ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. സെല്ല് ചെയ്യുന്നത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് നമുക്ക് വരുമാനം വേണം. ഇന്നത്തെ ചെലവിന് വരുമാനം, നാളത്തെ ചെലവിന് വരുമാനം വേണം. അങ്ങനെയാണെങ്കിൽ സെയിൽ ചെയ്യാം, തീർച്ചയായിട്ടും സെയിൽ ചെയ്യാം. ഇപ്പൊ 2515 ഫ്രീ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് സെയിൽ ചെയ്യുമ്പോൾ 3500 അല്ലേ, പിന്നെ 4000ന്റെ അടുത്ത് നമുക്ക് പിന്നെ കിട്ടും. അതായത് നമുക്ക് ഒരുപാട് ലാഭം അതിന് എടുക്കാൻ പറ്റും. പക്ഷെ സെല്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സെല്ലിങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം സെല്ല് ചെയ്യുമ്പോൾ ഒരു ടൈമിലുള്ള വരുമാനമാണ്. നമ്മൾക്ക് ഭാവിയിലേക്കുള്ള വരുമാനമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്, പാസീവ് ഇൻകം. ഞാനിപ്പോ ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം ആക്റ്റീവ് ഇൻകം ആണ്. ഞാൻ ആക്റ്റീവ് ആകുമ്പോൾ കിട്ടുന്നത്. ഞാൻ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? അതും ആക്റ്റീവ് ഇൻകം ആണ്. ആക്റ്റീവ് ആകുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് ഈ 3.5 വർഷം കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്കിന്റെ ഗുണം എന്താണ്? ഞാനിപ്പോ ഇന്നിപ്പോ നാളെ മറ്റൊന്ന് ബിസിനസ് വലിയ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം 2 മാസം ബിസിനസ് ചെയ്തില്ലെങ്കിലും എന്റെ വരുമാനത്തിൽ ഒരു കുറവും വരില്ല. കാരണം അവിടെ നെറ്റ്വർക്ക് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലീഡേഴ്സ് അവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് 100% ജെന്യൂൻ ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഒരാളോട് കാശ് വാങ്ങാം, മറ്റുള്ളവർക്ക് കാശ് വാങ്ങുമ്പോൾ താഴെ ഒരു മുകളിലുള്ളവർക്ക് ഒരു വരുമാനം കിട്ടും, മറ്റുള്ളവർ കാശ് മുകളിൽ. അതല്ല കേട്ടോ, ഇത് അബ്സല്യൂട്ട്ലി നമ്മൾ വർക്ക് ചെയ്യുന്ന വരുമാനം തന്നെയാണ്. നിങ്ങളൊരു 5-6 ഔട്ട്ലെറ്റ്, ഒരു 10-100 ഔട്ട്ലെറ്റ് ഇടുന്ന അതേപോലെ തന്നെയാണ്. അല്ലാതെ മറ്റൊരുത്തം പണിയെടുത്ത കാശ് നമുക്ക് ഒരിക്കലും വരില്ല. നമ്മുടെ ഈ 3 to 4 ഇയർ പിന്നെ കൊണ്ട് നല്ലൊരു ബിസിനസ് ഇത് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 6 മാസം കൊണ്ട്
വളരെ ഗ്രോത്തിൽ ബിസിനസ് ബിൽഡ് ചെയ്ത ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ. നമ്മുടെ ചെയ്യുന്ന ഫാസ്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡ്രീം, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു മനസ്സുണ്ടല്ലോ, നല്ലൊരു മനസ്സ് ചെയ്യാൻ എനിക്ക് കിട്ടിയേ പറ്റൂ, അതിനുള്ള നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ഒന്നോ രണ്ടാളല്ല, ഒരുപാട് ആൾക്കാർ എടുത്ത് കാണിക്കാനുണ്ട്. നമ്മുടെ പിന്നെ 8 മണിക്കൂർ സെഷൻ നടക്കുന്നുണ്ട്. കേരള വിന്നിംഗ് ടീം കേരള ലെവലിലാണ്. അപ്പൊ അതിലൊക്കെ അറിയാൻ പറ്റും. അത് വലിയ വലിയ ലീഡേഴ്സ് ആണ് സംസാരിക്കുന്നത്, നല്ലൊരു വരുമാനം വാങ്ങുന്ന ലീഡേഴ്സ് ഒക്കെ സംസാരിക്കുന്നതിൽ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ ഇതിൽ നല്ലൊരു കൺസ്യൂമർ ആയിട്ട് നിന്നുകൊണ്ട് ബിസിനസ്സിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇ കൊമേഴ്സ് അറിയാലോ. നമ്മുടെ ഇപ്പൊ കാലത്ത് ഈ കാലത്ത് നടന്നുകൊണ്ടിരുന്ന ഇ കൊമേഴ്സ് തന്നെയാണ്. എവിടെ ഫ്ലിപ്കാർട്ടും അതും ഇതും ഇങ്ങനെ എല്ലാവരും ഓൺലൈൻ, ഫ്ലിപ്കാർട്ടും മീഷോ അങ്ങനെ ഓൺലൈൻ ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ട് അല്ലെ. മിക്ക ഷോപ്പുകളും ആൾക്കാർ വെറുതെ ചുമ്മാ ഇരിക്കുകയാണ്. ബിസിനസ് വളരെ കുറഞ്ഞു പോയി, കാരണം എല്ലാം ഓൺലൈനാണ്. ഇപ്പൊ നമ്മുടെ ഈ ബിസിനസ് ഞാൻ നമ്മളിപ്പോ ഓൺലൈനാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരുപാട് വീട്ടമ്മമാര് വലിയ വലിയ ഇൻകത്തിൽ എത്തിയിട്ടുണ്ട്. വലിയ വലിയ ഇൻകം വാങ്ങുന്നുണ്ട്, വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വാങ്ങുന്നുണ്ട്. പിന്നെ അല്ലാതെ പിന്നെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർ വാങ്ങുന്നുണ്ട് അഡീഷണൽ ആയിട്ടുള്ള ഇൻകം. അങ്ങനെ പിന്നെ എന്റെ പിന്നെ മുമ്പ് ഇവിടെ വന്നത് ഗൾഫിലുള്ള പിന്നെ 2-3 ആൾക്കാർ ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു നാട്ടിൽ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇനിയും ഒരുപാട് ആൾക്കാർ ഇതിലൂടെ ഗൾഫിൽ ചെയ്യുന്നുണ്ട് ബിസിനസ്. അവരെ ലക്ഷ്യം ഇത് തന്നെയാണ്, 3 to 5 ഇയറിൽ സെറ്റിൽ ആവുക നാട്ടിൽ. അവര് ഇപ്പൊ വാങ്ങുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ കിട്ടുമ്പോൾ അവർ നാട്ടിൽ സെറ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്കും സാധ്യതയുള്ള ബിസിനസ് തന്നെയാണ് ഇത്. അതുപോലെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇപ്പൊ ഉള്ള സാധ്യതയുള്ള ബിസിനസ് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാനിപ്പോ ഒരു സ്ഥലത്ത് യു എയിൽ ഒരു കട ഇട്ട് കഴിഞ്ഞാൽ യു എയിൽ എന്റെ അടുത്തുള്ള ആൾക്കാർ മാത്രമേ ബിസിനസ്സിലോട്ട് വരുള്ളൂ. അവിടെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എനിക്ക് അടുത്തുള്ള നെറ്റ്വർക്ക്. ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ നാട്ടിലെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്, ലുലു മാർക്കറ്റ് അല്ലെ. ലുലു മാർക്കറ്റ് എന്ന് വെച്ചാൽ ആ ലുലുവിന്റെ അടുത്തുള്ളവരെ ആ ലുലു ബിസിനസ് കിട്ടുള്ളൂ അല്ലെ. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ 1 രൂപ ചെലവില്ല, 1 രൂപ ഷോപ്പ് ഇടുന്നില്ല, ആൾക്കാർ പിന്നെ പിന്നെ ഷോപ്പിന്റെ റെന്റ് കൊടുക്കുന്നില്ല, ആൾക്കാർ ശമ്പളം കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ബിസിനസ് ചെയ്യുന്നു. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇപ്പൊ നിങ്ങൾ ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും മിക്ക ആൾക്കാരും, ഒരുപാട് ആൾക്കാർക്ക് എടുത്തറിയാൻ പറ്റും നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോ നിങ്ങൾ ട്രംപ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ട്രംപ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ ആൾക്കാർ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഇ കൊമേഴ്സും തമ്മിൽ കമ്പൈൻ ആയിട്ട് ആണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോ ഞാൻ അറിയാലോ, ഇത് ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ദി വെൽനസ് റെവല്യൂഷൻ എന്ന പുസ്തകത്തിൽ പോൾസൺ പിൽസർ, അദ്ദേഹം എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന യുഗം, നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന യുഗം IT യുഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് 40 വർഷങ്ങൾക്ക് മുമ്പേ. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IT യുഗം തന്നെയാണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും. അത് വെൽനസ് ആയിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വെൽനസ് എന്ന് പറയുമ്പോൾ അതിൽ യോഗ, മെഡിറ്റേഷൻ, ജിമ്മ്, അതുപോലെ വാട്ടർ ഇൻഡസ്ട്രി, എയർ ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇത് രണ്ടും കമ്പൈൻ ആയിട്ടുള്ള ബിസിനസ് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ യാതൊരു ഡൗട്ടും ഇല്ല, നമ്മുടെ കാലത്തിന് അനുസരിച്ചുള്ള ബിസിനസ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് പിന്നെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വരുമാനത്തിൽ എത്താൻ പറ്റും. ഓക്കെ. നമ്മുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു വരുമാനം എത്തിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ വരുമാനം സേഫ് ആവുക. അതുകൊണ്ട് നിങ്ങളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അവർ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വരുമാനം എത്തിക്കാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യും, സപ്പോർട്ടും ചെയ്യും. ഓക്കെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വളരെ 100% ക്ലിയർ ആക്കാം. പുതിയ ആൾക്കാരാണെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 100% ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾക്ക് ലൈഫ് ടൈം ആയിട്ട് കൊണ്ടുകൊടുക്കാനുള്ള ബിസിനസ് ആണിത്. ഓക്കെ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ആർക്കൊന്നും സംസാരിക്കാം കേട്ടോ. സുഷ്മിത ഓൾറെഡി ജോയിൻ ആണ്. അക്ഷയ ജോയിൻ ചെയ്ത ആളാണ്. സലീന ജോയിൻ ചെയ്താണ്. അതുൽ ഒരുപാട് പ്ലാൻ കേട്ടിട്ടുണ്ട്. സുഹ്രാബി കേട്ടാണ്. വിനീത. പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഒരാൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും അത്. അവരും ഡൗട്ട് ക്ലിയർ ആക്കും അതിലൂടെ. എന്തെങ്കിലും ചോദിക്കാവോ? ആരും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാവോ? ക്ലിയർ ചെയ്യാം. അതുൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല. അതുൽ മോഹൻ. സാറേ അതുലാണ്. സാർ പറയും. അപ്പൊ ഇതുവരെയുള്ള മീറ്റിങ്ങിലൊക്കെ കേട്ടപ്പോ എനിക്ക് ഒരുവിധം ഹാഫ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഐഡിയ എടുത്ത് ആസ് എ കൺസ്യൂമറായി നിൽക്കുകയാണെങ്കിൽ അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെ, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടാസ്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ
എന്താണെന്ന് ആസ് എ കൺസ്യൂമർ ആയിട്ട് മാത്രം നിൽക്കുമ്പോൾ അതിൽ വലിയ ബെനിഫിറ്റ് ബിസിനസ് എന്നുള്ള രീതിയിൽ നീങ്ങുന്നില്ലല്ലോ. ഇല്ല ഇല്ല തീർച്ചയായിട്ടും. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് എന്താന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. അത് ഇനി മുന്നോട്ടുള്ള വേറെ സ്പെഷ്യലൈസ്ഡ് മീറ്റിംഗ് ആണോ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ടാസ്ക് അച്ചീവ് ചെയ്യേണ്ടി വരുമോ? ഇല്ല ഇല്ല, ഇത് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, നമ്മുടെ ഈ ബിസിനസ്സിൽ നിങ്ങൾ പിന്നെ എന്താ പറയാ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അല്ലാതെ നമുക്ക് പിന്നെ ഒരു വലിയ ടാസ്ക് ഒന്നുമില്ല, ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഞാൻ ഈ ബിസിനസ് വന്ന് എന്റെ സ്റ്റോറി പറയാം. ഞാൻ ഈ ബിസിനസ്സിൽ ഞാൻ പറയും 3 മാസം എന്നെ ഒരാൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ വന്നു ഇവിടെ വന്നിട്ടാകുമ്പോൾ കുറച്ച് സാധനങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ, ഒന്നും കഴിക്കുന്ന സാധനം വാങ്ങിയിട്ടല്ലോ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, സോപ്പ്, പേസ്റ്റ്, അതുപോലെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. സപ്ലിമെന്റ് ഒന്നും വാങ്ങിയിട്ടില്ല, ഫുഡ് സപ്ലിമെന്റ്, കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഫുഡ് സപ്ലിമെന്റ് എന്താണെന്നില്ല. ഈ ഇതൊരു ബിസിനസ് വന്നതിന് ശേഷം അതൊക്കെ അറിഞ്ഞത്. പിന്നെ ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിക്കുന്ന ഒരു ആളെ മാറി. അതായത് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, കൈക്ക് ഇങ്ങനെ കുറേ വർഷമായിട്ട് ഒരു നെർവ് ബ്ലോക്ക് ആയിട്ട് കൈ പൊങ്ങത്തില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിന്നൊരു പിന്നെ ഫ്ലാക്സ് ഓയിലും ഗനോഡറും കഴിച്ചപ്പോൾ അത് ക്ലിയർ ആയി. അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ് വലിയ സീരിയസ് ആയിട്ട് എടുത്തു. അതോടെ വൈഫും എന്നോട് അസോസിയേറ്റ് ചെയ്തു, കാരണം അവൾക്ക് സന്തോഷമായി. കാരണം കുറെ കാലമായിട്ട് ആസ്റ്ററിലും അവിടെയൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ ടെസ്റ്റും അതൊക്കെ ചെയ്താണ്, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട്, പിന്നെ ചെറിയൊരു വോൾട്ടേജ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും, കുറെ മെഡിസിൻ ഒന്നും ശരിയായിട്ടില്ല. അതോടെ നമുക്ക് വിശ്വാസം വന്നു. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന് ബിലീഫ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അതുൽ സാറിനോട് പറഞ്ഞു, ബിലീഫ്സ്, ഇങ്ങനെ ബിലീഫ്സ് വന്നു നമുക്ക് ബിസിനസ്സിൽ. ആദ്യം നമ്മുടെ ഐഡിയ എടുക്കുക, പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അപ്പൊ ബിലീഫ്സ് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട് പ്രമോദിനോട് ചങ്ങാതി ഉണ്ട്, അവനോട് ചെയ്തപ്പോൾ അവൻ പറഞ്ഞിരുന്നു, ഞാൻ ഇതൊരു ബിസിനസ് ചെയ്തിട്ടുണ്ട്, നല്ല ബിസിനസ് ആണ്, ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം ഇതിനെ കുറിച്ചിട്ട്, വേറെ കമ്പനി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു. പക്ഷെ വൈഫിന്റെ പിന്നെ ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എനിക്ക് നമ്മുടെ ബിസിനസ്സും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയതൊക്കെ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അസോസിയേറ്റ് ആയി. പിന്നെ എന്റെ 2 ഫ്രണ്ട്, 4 പേര് ഇതിലോട്ട് അസോസിയേറ്റ് ആയിട്ട് വന്നു. ഒരു 4 പേരോടെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒറ്റയടിക്കല്ല, 1-2 ദിവസം കൊണ്ടല്ല, കുറച്ച് മാസം കൊണ്ട് 4 പേരോട് പറഞ്ഞാണ്, 4 മാസങ്ങൾ എടുത്തിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ പതിയെ ഇത് പിന്നെ ബ്രോൺസ് ട്രേഡറിന്റെ ലെവലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാവരും അവരൊക്കെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ബ്രോൺസ് ട്രേഡറിന്റെ ലെവലിലെത്തി, ഒരു 5500 പോയിന്റ് ആകുമ്പോഴേക്കും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പതിയെ സിൽവർ ഡയറക്ടറും പിന്നെ പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ഡയറക്ടർ, സ്റ്റാർ ഡയറക്ടർ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കാർ ഫണ്ട് കിട്ടുന്നുണ്ട് മാസത്തിൽ, അതുപോലെ തന്നെ ട്രാവൽ ഫണ്ടും മന്ത്ലി വരുന്നുണ്ട്. എനിക്ക് തന്നെ മൂവ് ചെയ്യാനുള്ളത് ഹൗസ് ഫണ്ടിലോട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ 4 പേരിലൂടെ ഇന്ന് 5200 വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 പേരും എന്ത് ചെയ്തു? അവരും കുറച്ചു പേരെ ഈ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കണക്ട് ചെയ്തു. മനസ്സിലായില്ലേ? അവരും പിന്നെ ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മളെ ബിൽഡപ്പ് ചെയ്യാൻ ചെയ്തു. ഇപ്പോൾ ഡോക്ടർ സോഫി ഇതിലില്ല, ഈ ഞാൻ ഇൻവൈറ്റ് ചെയ്തേ, അവരിപ്പോ പിന്നെ ഡ്യൂട്ടിയിൽ തിരക്കിലാണ്. അവരാണ് ഇപ്പൊ സുഷ്മിത, വിനോദ്, ഇവരൊക്കെ പിന്നെ സജസ്റ്റ് ചെയ്തിരുന്നത്. അവരൊക്കെ നമ്മുടെ ബിസിനസ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ പിന്നെ ക്ലിനിക്കിൽ തിരക്കിലാണ്. അങ്ങനെയാണ് അവര് ബിസിനസ് നടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ സാറും ഒരു കാര്യം നോക്കേണ്ടത്, നമ്മുടെ ഈ ബിസിനസ് ആയിട്ട് നമ്മുടെ ഞാൻ ഐഡിയ എടുക്കുന്നു, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, അതിന്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോഴേക്കും അവര് അതിന്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഈ ബിസിനസ് പ്ലാറ്റ്ഫോമായിട്ടൊന്ന് കണക്ട് ചെയ്യുക, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് ഫ്ലോയിലോട്ട് പോയിക്കോളും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, എല്ലാ മീറ്റിംഗ് അറ്റൻഡ് ഒരുപാട് കാര്യങ്ങൾ, എല്ലാ തിങ്കളാഴ്ച പ്രൊഡക്റ്റ് സെഷൻ ഉണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ എല്ലാ ഞായറാഴ്ചയും ഇതിന്റെ വലിയ സെഷൻ ഉണ്ട് കേട്ടോ, 1 മണിക്കൂർ സെഷൻ ഉണ്ട് ഞായറാഴ്ച, സൺഡേ. അപ്പൊ അതിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഇന്ന് പിന്നെ 8:30 വിന്നിംഗ് ടീമിന്റെ ലെവലിൽ ഒരു സെഷൻ ഉണ്ട്, അതും 1 മണിക്കൂർ സെഷനാണ്. ഓക്കെ, അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൽ ഒരുപാട് പിന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഒരാളോട് കാശ് വാങ്ങുന്നില്ല, ഒരാൾക്ക് കാശ് കൊടുക്കണില്ല, ഒരാളെ നിർബന്ധിച്ച് പർച്ചേസിങ് ഇല്ല, പല ആൾക്കിലും ഐഡിയ എടുക്കണമെങ്കിൽ ഇത്ര കാശ് കൊടുക്കണം നിൽക്കേണ്ട, അതൊന്നുമില്ല. കാരണം പല ബിസിനസ്സുകൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഹൗസ് വാമിങ്ങിന് പോകാൻ പറ്റില്ല, കാരണം അവന്റെ 30,000 കൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവനോട് വാങ്ങിപ്പിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് അവന്റെ കട്ടിനടി വെച്ചിരിക്കുകയാണ്. അത് അവന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അവനെ പോയി മുഖം നോക്കാനും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിലാണ്. ഇവന് 4 പേരെ ചേർത്താൽ മാത്രമേ ആ പൈസ കിട്ടുള്ളൂ, മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുക്കണം. പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ല. യാതൊരു കാരണം, നമ്മൾ ഒരു സോപ്പ് വാങ്ങിയ പോലെ ബിസിനസ് സ്റ്റാർട്ടായി. പിന്നെ നിങ്ങൾ ഇരുന്ന് പഠിച്ചോളൂ. പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ഓക്കെ ആണ്, സോപ്പ് ഉപയോഗിച്ച് സോപ്പ് ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഒന്ന് പേസ്റ്റ് കൊണ്ട് ഉപയോഗിച്ചു, അത് ക്ലിയർ ആണ്. ഒരു തവിടെണ്ണ ഉപയോഗിച്ചു നോക്കുക, അതിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ വന്നു, അത് ഉപയോഗിച്ചു നോക്കും. അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് എന്തെങ്കിലും ഉപയോഗിച്ച് നോക്കും. ചേഞ്ചസ് വരുന്ന നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനം ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. നമ്മൾ ഈ ബിസിനസിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഒരിക്കലും നമ്മൾ തെറ്റായ രീതിയിലൊന്നും പറയരുത്. നമ്മൾ ശരിയാ ഇതുവരെ ജെന്യൂൻ ആയിട്ട് 100% ജെന്യൂൻ ആയിട്ട് പറയുന്നതുകൊണ്ട് നമുക്ക്, എനിക്ക് 3.5 വർഷം മുമ്പ് അസോസിയേറ്റ് ആയ ആൾ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കുറച്ച് പേര് കസ്റ്റമറായിട്ട് മാത്രം ഉണ്ട് കേട്ടോ. സുരേഷ് എനിക്ക് പിന്നെ പരിചയമില്ലാത്ത ആൾക്കാരാണ്, കൂടെ തന്നെ നമ്മൾ ഇപ്പോഴും ഉണ്ട് കസ്റ്റമേഴ്സ്. ഒരുപാട് ആൾക്കാർ ബിസിനസ് ആയിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പല പ്ലാറ്റ്ഫോമിലും ചെയ്യുന്നു മീറ്റിംഗ്.
എല്ലാവർക്കും നമ്മുടെ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ അതൊരു സാറിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യും. കൂടെ തന്നെ നിങ്ങൾ പിന്നെ തീരുമാനം എടുത്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ 100% നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് സൂം പ്ലാറ്റ്ഫോമിൽ വേണോ ട്രെയിനിങ്, 100% നമുക്ക് തരും. അല്ല നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പിന്നെ ഒരു ആൾക്കാർ വന്ന് സംസാരിക്കാൻ വേണം, നമ്മൾ കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാർ അവിടെ വന്നിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണം, ക്ലാരിറ്റി തരും. അല്ല നിങ്ങൾക്ക് അവിടുത്തെ ഔട്ട്ലെറ്റിൽ എല്ലാ ഔട്ട്ലെറ്റിലും നമുക്ക് ഇതുപോലെ ഫിസിക്കൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ആലപ്പുഴ ആലപ്പുഴയും പിന്നെ കാസർഗോഡ് മാത്രമില്ല, ആ 2 ഔട്ട്ലെറ്റ് ഇല്ല, ബാക്കി എല്ലായിടത്തും ഔട്ട്ലെറ്റുകൾ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് അറ്റൻഡ് ചെയ്ത അവസരമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ഒരു 3 to 5 ഇയറിൽ ആകുമ്പോഴേക്കും വലിയൊരു ഫാസ്റ്റ് ഇൻകത്ത് എത്താൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് 3 to 5 എന്ന് പറയുന്നുണ്ടെങ്കിലും 6 മാസം കൊണ്ട് 1 ലക്ഷത്തിലെത്തി ഇൻകത്തിലെത്തിയ ആളുമുണ്ട്. ഒരു പിന്നെ മേഡം ഉണ്ടായിരുന്നു, അവർക്ക് ദിവസം 10-20 ഗുളികയെങ്കിലും കഴിക്കണം. അതായത് ഒരു അസുഖമാണ് അവർക്ക്, അപൂർവമായി ഒരുപാട് ലക്ഷത്തിലെ ആൾക്കാർക്ക് വരുന്ന അസുഖം വന്നിരിക്കുന്നത്. ഒരുപാട് ടാബ്ലറ്റ് കഴിക്കണം, പക്ഷെ ഒരു രക്ഷയില്ല. പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ ക്ഷീണമാവും. പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെയോ വെസ്റ്റിജായിട്ട് പരിചയപ്പെട്ടു. വെസ്റ്റിജിലെ കുറച്ച് ഫുഡ് സപ്ലിമെന്റ് കഴിച്ചപ്പോഴേക്കും അവർക്ക് കുറച്ച് കാലങ്ങൾ കൊണ്ട് മെഡിസിൻ മൊത്തമായി ഒഴിവാക്കാൻ പറ്റി, ലൈഫ് തിരിച്ചു കിട്ടി. അതിനുശേഷം അതിനെ അവർ ലൈഫായിട്ട് കണ്ടുകൊണ്ട് പിന്നെ കൃഷികളുണ്ടോ, കൃഷിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് വെസ്റ്റിജിന്റെ. അതുപോലെ തന്നെ ഈ ബിസിനസ് ഒരുപാട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷത്തിന്റെ അടുത്തൊരു ബിസിനസ് ഇപ്പോൾ വരുമാനം വാങ്ങുന്നൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരാളുടെ എക്സ്പീരിയൻസും അവരെ എന്താ പറയാ മനസ്സിന്റെ ഒരു ഡ്രീമിന്റെ തീവ്രതയാണ് അവരെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതിലോട്ട് റീച്ച് ആവാൻ പറ്റും. ഇത് ഒരാളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞത്. ഒരു 10-20 എക്സ്പീരിയൻസ് ഞാൻ വേണമെങ്കിൽ തരാം. ലാസ്റ്റ് ഒരു മീറ്റിംഗ് ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു 5-10 ആൾക്കാരെ. അതിന്റെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞാൻ അതിന്റെ പിന്നെ ഷെയറിംഗ് കൂടി നിങ്ങൾക്ക് അതിന്റെ യൂട്യൂബ് ഞാൻ ഷെയർ ചെയ്യാം, ഓരോ ആൾക്കാരെ എക്സ്പീരിയൻസ് ഇതിലോട്ട് വന്നിട്ടില്ല. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. പല പല ആൾക്കാരും എൻ്റെ സിസ്റ്ററും പറയാറുണ്ട്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം, കാശൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം വരെ അക്കൗണ്ട് വരിക എന്ന് വെച്ചാൽ അവർക്കും വലിയ ആഗ്രഹമാണ്. കാരണം ചെറുപ്പത്തിൽ കല്യാണം, പല വീട്ടമ്മമാരും ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാശുണ്ടാക്കാൻ പണിക്ക് പോകാനോ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ നോക്കുന്ന അവസ്ഥ. പക്ഷെ പിന്നെ അതുൽ സാറ് അവർക്കൊരു ഈ അവസരം ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാസത്തിൽ വളരെ ചെറിയ ഒരു വരുമാനം പോലും വരുമ്പോ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവര് പറഞ്ഞു എനിക്ക് സാറേ എനിക്ക് ഇത്ര പൈസ വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ അത് അവർക്ക് വലിയ സന്തോഷമാണ്. മനസ്സിലായില്ലേ? അവർ ഹസ്ബൻഡ് കാശ് കൊടുക്കുന്നുണ്ടാവും, ഫാദർ മദർ ഒക്കെ കാശ് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് പണിയെടുത്ത് കിട്ടിയ കാശ് അത് വളരെ വാല്യൂഡ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയാ അവരെ ബിസിനസ് ആണ്. അവർ ബിസിനസ് കൊണ്ടുമ്പോൾ ആ ബിസിനസ് നിങ്ങളും കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടീമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. സാറിന് കുറച്ച് ക്ലാരിറ്റി കിട്ടിയായിരുന്നു? അല്ല ചോദിച്ച ആൻസർ വന്നില്ലേ? എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ ഹാഫ് ഓഫ് ദ വേ ആണ്. ഇതിന്റെ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടാസ്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേജ് എന്താണെന്നൊക്കെ അറിയുന്നില്ല. എനിക്ക് സാർ ഏതോ കമ്പനി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ കുറെ ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു 5 മീറ്റിംഗ് അറ്റൻഡ്, 5ാമത്തെ മീറ്റിംഗിലാണ് ഒരു കമ്പനി, ഏത് കമ്പനി എന്നറിയില്ല, 10-30 സാധനം വാങ്ങാൻ പറയും. അത് നിർബന്ധിച്ച പർച്ചേസിങ്. അതുവരെ ഒന്നും പറയില്ല. പക്ഷെ നമ്മുടെ ആദ്യം പറയുന്നത് എന്താണ്, അത് തന്നെ ലാസ്റ്റ് വരെ പറയുള്ളൂ. ഒരിക്കലും നമ്മുടെ പിന്നെ എന്താ പറയാ മറ്റുള്ള പിന്നെ അവരെ വിഷമിപ്പിച്ചുള്ള കാശ് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഇത്ര 3 വർഷമായിട്ടും ഒരാൾ പോലും വിട്ടുപോകാതെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോ ഇന്നലെ ശാസ്ത്ര മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അത് അറ്റൻഡ് ചെയ്തായിരുന്നു അല്ലേ? ഞാനിപ്പോ 4 മീറ്റിങ്ങോളം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. നമ്മുടെ പിന്നെ പ്രൊഡക്റ്റ് ഗ്രൂപ്പുകളുണ്ട്, പ്രൊഡക്റ്റ് ഗ്രൂപ്പ്. അപ്പൊ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പൊ അതിനും ഒരുപാട് പിന്നെ സൂപ്പർ 4 അവർ അല്ലേ? ഓക്കെ അവരും ഉണ്ടായിരുന്നു 4 അവറിൽ. അവർ 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു. 5ാമത്തെ മീറ്റിംഗിലോട്ട് ഒരുപാട് കാശ് ചോദിച്ചപ്പോൾ അവർ വേണ്ടെന്ന് വെച്ച് വന്നതാണ്. അങ്ങനെ അവർക്ക് ഭാഗ്യം കൊണ്ട് അവർക്ക് വെസ്റ്റിലോട്ട് അവർക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടി. സുഹറാബി. ഓക്കെ. പിന്നെ സാറേ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെ ഈ ഡോക്യുമെന്റ് KYCന്റെ അതെന്താന്നുള്ള ക്ലാരിഫൈ ആയിട്ടില്ല. നമ്മളിപ്പോ ID എടുക്കുമ്പോ ആധാറൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ. ഇത് സംഭവം വെച്ചാല് കമ്പനി ഞാൻ പറഞ്ഞ 100% ജെന്യൂൻ ആണ്. അതുകൊണ്ട് നമ്മുടെ പൈസ നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ നിങ്ങളുടെ ജോയിൻ ചെയ്ത് വെച്ച എനിക്കോ അശ്വിനിക്കോ ഒന്നും എടുക്കാൻ പറ്റില്ല കാശ്. നിങ്ങൾക്ക് മാത്രമേ ഇതിന്റെ കാശ് കമ്പനി തരുള്ളൂ. അത്രയ്ക്കും പ്രൂഫ്ഡ് ആയിട്ടുള്ള കൊടുത്താൽ മാത്രമേ കമ്പനി അതിലോട്ട് തരുള്ളൂ. അതായത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ പേര് കൊടുത്തത് ഇഷ്ടമില്ലാതെ ജോയിൻ ചെയ്ത ആളായിരുന്നു, പേര് ഫുള്ള് കൊടുത്തിട്ടില്ല.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ രണ്ടാമത് പേര് തിരുത്താൻ വേണ്ടി കമ്പനി റിക്വസ്റ്റ് ഇടേണ്ടി വന്നു. പിന്നെ രണ്ടാമത് ഞാൻ ആധാർ കാർഡിൽ അതേപോലെ പേര് കൊടുത്തു, അതുപോലെ ചെയ്തു. പിന്നെ KYC അപ്ഡേറ്റ് ചെയ്തു, ആധാർ കാർഡിന്റെ ഫ്രണ്ടും ബാക്ക് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ കമ്പനിക്ക് അറിയുള്ളൂ ഇതാണ് ആള് എന്നുള്ളത്, ഉറപ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. KYC നമുക്ക് ബാങ്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെയാണ്, 100% സേഫ് ആണ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. KYC ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഐഡിയ ഒരു എന്താ പറയാ വീഡിയോ അയച്ചു തരാം നിങ്ങൾക്ക് ചെയ്യുന്ന KYC സ്വന്തമായിട്ട് ചെയ്യാനും പറ്റും. അതിന്റെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലല്ലോ സാറേ, ഡോക്യുമെന്റ് ഒരു ഇഷ്യൂ ഷെയർ ചെയ്യുന്നത്? ഇല്ല, ഇല്ല, ഒരു ഇഷ്യൂ ഇല്ല. 100% സേഫ് ആണത്. കാരണം അഞ്ച് കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിസിനസ്സിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഒരു അതിന്റെ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഹൈദരാബാദ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ നല്ല സക്സസ് പിന്നെ ഒരു ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്, നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡോക്യുമെന്റ്സ് 100% കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങളിപ്പോ പേര് കൊടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് പിന്നെ എന്താ പറയാ ഡോക്യുമെന്റേഷൻ വീണ്ടും നമ്മൾ മെയിൽ അയക്കണം. എന്റെ പേര് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി, ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കമ്പനിക്ക് മെയിൽ അയക്കണം. നിങ്ങളുടെ മെയിൽ അയച്ചാൽ മാത്രമേ അവർ കമ്പനി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ലെറ്റർ വേണം, ഞാൻ ഇന്ന ആളാണ്, ഇതൊന്ന് ശരിയാക്കി കൊടുക്കുക, എന്നിട്ട് ലെറ്റർ എഴുതി കൊടുത്താൽ മാറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആധാർ കാർഡും ഇതും സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ KYC ചെയ്യാൻ പറ്റും. ID എടുക്കാൻ ആധാർ കാർഡ് വേണ്ട. ID എടുക്കാൻ നിങ്ങൾ പേരും ഇമെയിൽ ID പിന്നെ അഡ്രസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ID എടുക്കാൻ പറ്റും. അതിനുശേഷം KYC ചെയ്യാനാണ് ആധാർ കാർഡിന്റെ ഫ്രണ്ട് ബാക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഇപ്പൊ കുറച്ച് ആധാർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതിൽ അതിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അതാ ചോദിക്കുന്നത്. അപ്പൊ അതെ, നമ്മളെ ആധാർ ഡാറ്റാസ് ഡീറ്റെയിൽസ് കൈമാറുന്നു. അതെ വ്യക്തികൾക്ക് ഒന്നും കൈമാറാൻ പാടില്ല. ഇപ്പോൾ തന്നെ അതറിയാം, കൈമാറാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിന്റെ വീഡിയോ അയച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ആധാർ കാർഡ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പിന്നെ പേടിയാണ്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക മനസ്സിനൊരു ധൈര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യേണ്ട അവസരമുണ്ട്. ചെയ്യുന്ന വീഡിയോ അയച്ചു തരാം. അതായത് നിങ്ങൾ കമ്പനിയുടെ പോർട്ടലിലേക്ക് ഡയറക്റ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊന്നും ഒന്നും ചെയ്യൂല. 100% നിങ്ങൾക്ക് സേഫ് ആണ് അവിടെ കേട്ടോ. ഓക്കെ. കാരണം ഞാനും 100% സേഫ് ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ബിസിനസ് ആയിട്ട് ഇറങ്ങിയത്. കുറച്ച് 2-3 കമ്പനി ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു മീറ്റിംഗ്. എനിക്കൊന്നും സേഫ് ആയിട്ട് തോന്നിയില്ല. ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനും സമ്മതിക്കത്തില്ല നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ. അതുകൊണ്ട് അതൊക്കെ ഒരുപാട് ഫെയിലിയർ, അവരുടെ ഒക്കെ ആൾക്കാർ ഫെയിൽ ആയി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂടെ ഒന്നും ആരും ഫെയിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ അൺമ്യൂട്ട് ചെയ്ത് ഏതൊരാൾക്കൂടെ സംസാരിക്കാം, എന്തുണ്ട് സംസാരിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് ബിസിനസ് ചെയ്യാം. കാരണം ഞാൻ ഇന്നൊരു ഡിസ്ട്രിബ്യൂട്ടറാണ് 3 വർഷം മുമ്പേ. പക്ഷേ അതുൽ സാർ നിങ്ങളും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കണം. 100% കമ്പനി അങ്ങനെ പറയുന്നത്, എല്ലാ റൈറ്റ്സും നിങ്ങൾക്കും ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ പിന്നെ പഴയ ആള് പുതിയ ആളൊന്നുമില്ല. കമ്പനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനി ഒരേപോലെ കാണും. പിന്നെ കമ്പനിക്ക് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇമെയിൽ അയക്കാം. പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് പിന്നെ കുറിച്ചിട്ടോ അല്ല പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കമ്പനി ഇമെയിൽ അയച്ച് കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അത്രക്കും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ 1 അവർ സെഷന് വിന്നിംഗ് ടീമിന്റെ കേരള ലെവൽ ഇപ്പൊ 7 മണിക്ക് നടക്കുന്നുണ്ട്. 7 മണിക്ക്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു ഹായ് ആക്കിയാൽ മതി. അതിലോട്ട് ലിങ്ക് അയച്ചു തരാം. വിന്നിംഗ് ടീമിന്റെ നല്ല സെഷൻ ആയിരിക്കും. എല്ലാ ഫ്രൈഡേയും വിന്നിംഗ് ടീമിന്റെ കേരള ലെവലാണ് നടക്കുന്നത് ബിസിനസ് മീറ്റ്. ഓക്കെ. എനിക്ക് 300 ആൾക്കാരുണ്ടാവും അതിൽ. ഇത് 10 ആൾക്കാരേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഉണ്ടോ? സംസാരിച്ചോളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അശ്വിനി? ഇല്ല, ഒന്നുമില്ല, ക്ലിയർ. സാറേ, ഇവിടെ ഞങ്ങളെ നോമ്പൊക്കെ ആയതുകൊണ്ട് ലേശം തിരക്കിലാണ്. അതെ, 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 നോമ്പ് സമയമാണ്. പിന്നെ അറിയാം. നോമ്പ് തുറക്കുന്ന അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതങ്ങനെ വേറെ എല്ലാം കൊണ്ടും തിരക്കിലാണ്. അപ്പൊ അതങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല, കേറാനൊന്നും പറ്റുന്നില്ല. ഇന്നലെ 9 മണിക്കൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് തുറന്നു വെച്ചിരുന്നു. അത് കുഴപ്പമില്ല. നിങ്ങൾ ഓൾറെഡി നമ്മള് ബിസിനസ് മനസ്സിലാക്കിയാണ് നിങ്ങൾ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആണ്. കുഴപ്പമില്ല. നമുക്ക് അതാണ് ഇന്ന് കുറച്ച് ആൾക്കാർ കുറയുന്നത്. നോമ്പായതുകൊണ്ട് ആൾക്കാർ കുറയുന്നുണ്ട്. അത് വിഷയമില്ല. ഓക്കെ. പറ്റുന്ന മീറ്റിംഗുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക കേട്ടോ, ഈ സമയത്ത് നോമ്പ് സമയത്ത്. ഓക്കെ. അപ്പൊ ആർക്കൊന്നും വേറെ ഡൗട്ട് ഇല്ല. സിയോമി, ഉണ്ണി, സിയോമി 2 പേരുണ്ട്, ഉണ്ണിയുണ്ട്, വിവോ സംസാരിക്കാവോ? എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാവോ?
എല്ലാവരും ഒന്ന് ഹായ് ആക്കണേ. നിങ്ങൾ പിന്നെ അശ്വിനിയാണ് ഇൻവൈറ്റ് ചെയ്തത്, അശ്വിനിക്ക് അല്ലെങ്കിൽ ഞാൻ സുരേഷ് ആരാ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങളെ, അവർക്കൊന്ന് ഹായ് ആക്കണേ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആളുണ്ടോ സുഹറാബിയുടെ അതുപോലെ തന്നെ സുലേഖ മേഡത്തിന്റെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഹായ് ആക്കുക. നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ഹായ് കൊടുക്കുക കേട്ടോ. ബിസിനസ് ഒന്നുകൂടി പറയാണ്, ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് കാണുക. ഏതൊരാൾക്കും ഇവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ ഇതുപോലെ സംസാരിക്കുന്ന വ്യക്തിയല്ല. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ വിചാരിച്ചില്ല എനിക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോം സംസാരിക്കാൻ പറ്റും, പെർഫോം ചെയ്യുന്നത്. എന്നെ ഈ മാറ്റിയെടുത്ത വിന്നി ടീം ഈ വെസ്റ്റേജും കൂടിയാണ്. വളരെ താങ്ക്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് വിന്നി ടീം വെസ്റ്റേജിനും അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനും. നിങ്ങൾക്കും ഇതുപോലെ ഇതിനേക്കാളും പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൂടെ നിൽക്കുക. ബിസിനസ്സിൽ 100% സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ടൈം എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് എടുക്കാം, അശ്വിനി നമ്പർ എടുക്കാം. എനി ടൈം നമ്മൾ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ആക്കി ചെയ്യാം. 100% നിങ്ങൾക്ക് ക്ലിയർ ആക്കി മാത്രം ക്ലാരിറ്റി ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബിസിനസ്സിലോട്ട് എൻട്രി ആവുള്ളൂ കേട്ടോ. 1-2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തോളൂ വേണമെങ്കിൽ മീറ്റിംഗ് കേട്ടോ, അല്ലെങ്കിൽ 4-5 പ്രാവശ്യം അറ്റൻഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ എന്താണെന്ന് 100% അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ 7 മണിക്കുള്ള പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അശ്വിനി ഒരു ഹായ് ആക്കിയാൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം താല്പര്യമുള്ളവർക്ക്. വലിയ സെഷനാണ്. ഓക്കെ, വേറെ ഒന്നുമില്ലോ അശ്വിനി? വേറൊന്നുമില്ലല്ലോ? ഇല്ല, വേറൊന്നുമില്ല. ഇതില് ഉണ്ണി എന്ന് പറയുന്ന ഒരാളെ പേര് ഇപ്പോഴാണ് റീനെയിം ചെയ്ത് കാണുന്നുള്ളത്. ഉണ്ണിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ആർക്കും ഒരു ഡൗട്ട് ഇല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ആരാണ് വേറൊരു ഹായ് ഇട്ടല്ലോ, 24090821. അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ഞാൻ ഹായ് ആക്കാൻ പറഞ്ഞിരുന്നു. വാട്സപ്പിൽ ഹായ് ആക്കണേ കേട്ടോ. അപ്പൊ അതിൽ ലിങ്ക് അയച്ചുവരെ, കാരണം ഇതിലാണ് ഹായ് ആക്കിയത്. വാട്സപ്പിൽ ഹായ് ആക്കിയാൽ മതി. നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഓക്കെ, അറ്റൻഡ് ചെയ്തിരുന്നു. വാട്സപ്പിൽ ഹായ് ആക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഈ ടൈമിൽ പ്രസന്റേഷൻ ഉണ്ട്. നമുക്ക് 3-4 പ്രാവശ്യം പ്രസന്റേഷൻ നടക്കുന്നുണ്ട് ദിവസം. അപ്പൊ മാക്സിമം ആൾക്കാരും അറ്റൻഡ് ചെയ്ത് നോക്കുക, പഠിക്കുക, പഠിച്ചുകൊണ്ട് ബിസിനസ് മുന്നേറുക. താങ്ക് യു, താങ്ക്സ് ടു ഓൾ.